اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذتنا ولتلامذتنا ولشركائنا ولمصنف هذا الكتاب ولشراحه ولمحشيه ولجميع علماء الدين. اللهم انفعنا بهم وبعلومهم وأسرارهم وبركاتهم في الدارين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് സാധാരണ പോലെ കുറച്ച് സമയം ഫത്ഹുൽ മുഈൻ അല്ലാഹു തൗഫീഖ് ചെയ്താൽ ഓതാം. നിസ്കാരം ബാത്തിലാവുന്ന കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഓതി വരുന്നത്. അതിൽ അർത്ഥമുള്ള ഒരക്ഷരമോ അർത്ഥമില്ലാത്ത രണ്ടക്ഷരമോ നിസ്കാരത്തിലാണെന്ന ഓർമ്മയോട് കൂടി മനഃപൂർവം സംസാരിച്ചാൽ നിസ്കാരം ബാത്തിലാകും എന്നാണ് നാം പറഞ്ഞു വെച്ചത്. ഇനി അതിന്റെ ബാക്കി ഭാഗമാണ് ഇന്ന് തുടർന്ന് ഓതാനുള്ളത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വബിഹി നസ്തഈൻ. ലാ തബ്തുലു, എന്നാൽ നിസ്കാരം ബാത്തിലാവില്ല, ബിയസീരി നഹ്വി തനഹ്നുഹിൻ, കൂറ്റനക്കൽ പോലെയുള്ള കുറഞ്ഞ ഇതുകൊണ്ട്. എങ്ങനെ കുറഞ്ഞത്? ഉറുഫൻ, അത് കുറഞ്ഞതാണോ എന്ന് തീരുമാനിക്കേണ്ടത് നാട്ടു നടപ്പ് ഉറുഫാണ്. അപ്പൊ ഉറുഫ് അനുസരിച്ച് കുറഞ്ഞ തോതിലുള്ള കൂറ്റനക്കൽ കൊണ്ട് നിസ്കാരം ബാത്തിലാവില്ല. എങ്ങനെ കൂറ്റനച്ചു? അനക്കി ലബത്തിനരഹി, കണ്ടോ, അവന്റെ മേല് അനിയന്ത്രിതമായി ഇങ്ങോട്ട് വന്നതാ, മനഃപൂർവം ചെയ്തതല്ല. കൂറ്റനക്കിയത് തന്നെ, പക്ഷേ എങ്ങനെയാണ് നിയന്ത്രിക്കാൻ പറ്റാതെ അങ്ങനെയാണ് വന്ന് പോയതാണ്. ചില ശീലങ്ങളുണ്ട് ഒഴിവാക്കാൻ കഴിയാതെ വന്നു പോകുന്നത്, ബോധപൂർവമല്ലാതെ. അങ്ങനെ കുറഞ്ഞ കൂറ്റനക്കൽ കൊണ്ടൊന്നും, അതിൽ അക്ഷരങ്ങൾ ഒഴിവാകുന്നുണ്ടെങ്കിൽ പോലും കുറച്ചൊക്കെ ആണെങ്കിൽ അനിയന്ത്രിതമായിട്ട് വന്നതാണെങ്കിൽ അതുകൊണ്ട് ബാത്തിലാവൂല. എന്നതുപോലെ തന്നെ വലാ ബി യസീരി കലാമിൻ, കുറഞ്ഞ സംസാരം കൊണ്ടും ബാത്തിലാവൂല. ഈ കുറഞ്ഞത് എന്ന് പറഞ്ഞ എങ്ങനെയാണ്? ഉറുഫൻ, നാട്ടുകടപ്പനുസരിച്ച് ഉറുഫനുസരിച്ച് കുറഞ്ഞത് എന്ന് പറയാൻ പറ്റുന്ന സംസാരം കൊണ്ടും ബാത്തിലാവില്ല. നേരത്തെ പറഞ്ഞതിന്റെ വിശദീകരണം തന്നെ. കുറഞ്ഞത് എന്ന് പറഞ്ഞാൽ എങ്ങനെ? കെൽക്കലിമത്തേരി വസ്സലാസി, രണ്ടോ മൂന്നോ വാക്കുകൾ. നേരത്തെ പറഞ്ഞേക്ക് ഹർഫല്ല, രണ്ടോ മൂന്നോ വാക്കുകൾ. ശൈഖുന മഹാനായ ഇബ്നു ഹജറുൽ ഹൈതമി റഹ്മഹുല്ലാ തങ്ങൾ പറയാണ്, വയദ്ഹറു വബ്തുൽ കലിമത്തി ഹുന, ഇവിടെ മറന്നുകൊണ്ട് സംസാരിക്കുന്നിടത്ത് രണ്ടോ മൂന്നോ കലിമത്ത് എന്ന് പറഞ്ഞ ഈ കലിമത്തിനെ നിർണയിക്കേണ്ടത് ബിൽ ഉറുഫി, ഉറുഫാണ് എന്ന് പറഞ്ഞാൽ നഹ്വിങ്ങളുടെ ഒരു കലിമത്തുണ്ട്, ഇസ്മ്, ഹർഫ്, ഫിഅല് എന്നിങ്ങനെ 3 തരം കലിമത്തുകളാണ് എന്ന് പറയും. ഇനി ലോത്തിൽ ഒരു കലിമത്തുണ്ട്, വക്കിൽമത്തും ബി ഹാ കലാമും കഥയോം എന്ന് അൽഫിയ പറഞ്ഞില്ലേ, ആ കിൽമത്ത്. അഥവാ ലോത്തിൽ കലാമിനെ പറ്റി ചിലപ്പോൾ എന്ത് പറയാറുണ്ട്? കലാമ്, കലിമത്ത് എന്ന് പറയാറുണ്ട്. ഖുർആനിലും അല്ലാഹു തആല അങ്ങനെ പറഞ്ഞാണ്, കല്ലാ ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ. കാഫിരീങ്ങളായ ആളുകൾ നരകത്തിൽ നിന്ന് വിലപിച്ചുകൊണ്ട് അള്ളാഹുവിനെ വിളിച്ച് അല്ലെങ്കിൽ മരിക്കാൻ പോകുന്ന സമയത്ത്
റബ്ബിർജിഊനി ലഅല്ലി അഅമലു സ്വാലിഹൻ ഫീമാ തറക്തു, കഴിഞ്ഞ ജീവിതമൊക്കെ വെറുതെ പാഴാക്കി കളഞ്ഞു, അതൊക്കെ പരിഹരിച്ച് നിന്റെ പൊരുത്തപ്പെട്ട മാർഗത്തിൽ ജീവിക്കാൻ വേണ്ടി പടച്ചോനെ ഒന്നുകൂടി ദുന്യാവിലേക്ക് വടക്കിക്കൊണ്ട എന്ന് പറയുന്ന ഇത്രയും കലാമിനെ പറ്റി അള്ളാഹ് പറഞ്ഞല്ല, ഇന്നഹ കലിമത്തുൻ ഹുവ ഖായിലുഹാ, വെറുതെ പറയുന്നൊരു വാചകമാണ്. അതിപ്പോ ലോത്തിലാ. അപ്പൊ ലോത്തിലുള്ളതോ നഹ്വിലുള്ളതോ ആയ കലിമത്തല്ല അവിടെ ഉദ്ദേശിക്കുന്നത്, മറിച്ച് ഉറുഫുൽ കലിമത്ത് എന്ന് പറയുന്നു. ഉറുഫുൽ കലിമത്ത് എന്ന് പറയുന്ന രണ്ടോ മൂന്നോ കലിമത്തൊക്കെ സംസാരിച്ചാലും ബാത്തിലാവില്ല. എങ്ങനെ സംസാരിച്ചു? ബിസഹ്വിൻ ഐ മാസഹ്വിൻ, ബാഹ് മാന്റെ മാനക്കാണ് അർത്ഥം. മറവിയോട്. എന്ത് മറവി? അൻ കൗനിഹി ഫി സ്വലാത്തി, താൻ നിസ്കാരത്തിലാണ് എന്ന കാര്യം മറന്നുകൊണ്ട് ഏതാനും വാക്യങ്ങൾ, രണ്ടോ മൂന്നോ വാക്യങ്ങൾ തന്നെ സംസാരിച്ചാലും നിസ്കാരം ബാത്തിലാവില്ല. അപ്പൊ നേരത്തെ ഒരു അർഫിന് ഒഴിവായാലും ബാത്തിലാവും, അല്ലെങ്കിൽ അർത്ഥമില്ലാത്ത രണ്ട് അർഫ് ഒഴിവായാൽ ബാത്തിലാവും. അത് കൽപ്പിച്ചു കൂട്ടി മനഃപൂർവ്വം നിസ്കാരത്തിലാണെന്നുള്ള ഓർമ്മയോട് കൂടി ചെയ്യുന്നോടത്താണ്. ഇപ്പറയത് അങ്ങനെയല്ല. കൂറ്റനക്കിയത് അവന്റെ ബോധപൂർവം അല്ല, അങ്ങനെ അനിയന്ത്രിതമായി അങ്ങോട്ട് വന്നുപോയതാണ്. അതുപോലെ സംസാരിച്ചത് നിസ്കാരത്തിലാണെന്നുള്ള ഓർമ്മയില്ലാതെയാണ്. അവിടെ ഏതാനും ഉറുഫിൽ കുറഞ്ഞതായ കൂറ്റനക്കല്, കുറഞ്ഞ കലിമത്തുകള്, ഇവ കൊണ്ടൊന്നും നിസ്കാരം ബാത്തിലാവൂല. എന്തുകൊണ്ട് ഇങ്ങനെ ഏതാനും കലിമത്തുകളൊക്കെ മറന്നുകൊണ്ട് പറഞ്ഞാൽ ബാത്തിലാവൂല എന്ന് പറയാൻ കാരണം പണ്ട് നമ്മൾ വിവരിച്ചത് തന്നെ. ലിഅന്നഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ലമ്മാ സല്ലമ മിൻ റകഅത്തൈനി, ഒരിക്കൽ 2 റകഅത്ത് നിസ്കരിച്ച് കൊണ്ട് ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിസ്കാരത്തിന് സലാം വീട്ടിയപ്പോൾ തകല്ലമ, അവിടെ നിന്ന് സംസാരിച്ചു, ബി ഖലീലിൻ, കുറഞ്ഞ വാക്യങ്ങളൊക്കെ സംസാരിച്ചു. അത് ഇവിടെ പറഞ്ഞേക്ക് 3 ഒന്നുമല്ല, 6 വാക്യങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. എങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാ സംസാരിച്ചത്? മുഅത്തഖിദിനിൽ ഫറാഗ, നിസ്കാരം കഴിഞ്ഞു എന്ന് ധരിച്ചുകൊണ്ടാണ് അവിടുന്ന് സംസാരിച്ചത്. എന്നാ സ്വഹാബത്തിന് അറിയാലോ 4 റകഅത്തായിട്ടില്ല എന്നുള്ളത്. വഅജാബൂഹു, എന്നാൽ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സ്വഹാബാ കിറാമുകൾ മറുപടി പറഞ്ഞു, ബിഹി, ഈ കുറഞ്ഞ കലാമ് കൊണ്ട്. എങ്ങനെ? മുജവ്വിസീന നസ്ഹ, നിസ്കാരത്തിന്റെ നിയമം മാറ്റിയിരിക്കാം എന്ന സാധ്യത വെച്ചിട്ട്. എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൻ നിയമങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന കാലമല്ലേ. അപ്പൊ 4 റകഅത്തുള്ള നിസ്കാരം 2 റകഅത്താക്കി മാറ്റിയിരിക്കാം എന്ന ധാരണ വെച്ചുകൊണ്ടാണ് 2 റകഅത്ത് നിസ്കരിച്ചിട്ടുള്ളൂ എന്നുള്ളത് അവർക്ക് ഉറപ്പറിയാം. പിന്നെ എങ്ങനെയാ അവർ സംസാരിച്ചത്? നിയമം മാറിയിട്ടുണ്ടാവും, 2 റകഅത്ത് നിസ്കരിച്ചാൽ മതി എന്നുള്ള വിധി അള്ളാഹുന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിൽ അറിയിച്ചു കൊടുത്തിട്ടുണ്ടാവും എന്ന് ധരിച്ചുകൊണ്ടാണ് സാഹിബത്ത് സംസാരിച്ചത്. അപ്പൊ അവരും മനസ്സിലാക്കുന്ന എന്താ, നിസ്കാരം കഴിഞ്ഞിട്ടുണ്ടാവുന്നു. അപ്പോ നിസ്കാരത്തിലാണെന്ന് ഓർമ്മയില്ലാതെയാണ് അവിടെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സംസാരിച്ചതും മഹാന്മാരായ സഹാബാ കിറാമുകൾ അതിന് മറുപടി പറഞ്ഞതും ഒക്കെ നിസ്കാരത്തിലാണെന്ന് ഓർമ്മയില്ലാതെയാണ്. എങ്ങനെ? ഇത്രയും സംസാരിച്ചതിന് ശേഷം സുമ്മ ബന ഹുവ, ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തുടർന്ന് എടുത്തു, വഹും സഹാബത്തും അലിഹാനല, പണ്ടത്തെ നിസ്കരിച്ച തന്നെ 2 റകഅത്ത് നിസ്കരിച്ച് കഴിഞ്ഞ് 50 ബിരാജ് ചെയ്തുകൊണ്ട് ബാക്കി 2 റകഅത്ത് കൂടി നിസ്കരിക്കായത്. അപ്പോ നിസ്കാരത്തിലാണെന്ന് ഓർമ്മയില്ലാതെ ഏതാനും കലിമത്തുകൾ പറഞ്ഞാൽ അതുകൊണ്ട് നിസ്കാരം ബാത്തിലാവില്ല എന്ന് ഈ സംഭവത്തിലൂടെ മനസ്സിലായി. അതാ ഇനി പറ്റുന്നൊരു അബദ്ധം, മറ്റൊരു അബദ്ധം പറയുന്നത്, അതിന്റെ ബാക്കിയല്ല. വലോ വന്ന, ഒരു വ്യക്തി ധരിച്ചുപോയി, ബുത്ലാനഹു, നിസ്കാരം ബാത്തിലായിരിക്കുന്നു എന്ന്. എങ്ങനെ? ബി കലാമിഹിൽ ഖലീലി സഹ്വൻ, നിസ്കാരത്തിലാണെന്ന് ഓർമ്മയില്ലാതെ കുറഞ്ഞ എന്തോ സംസാരിച്ചു. അപ്പൊ ഇയാളൊരു വിവരമില്ലാത്ത മനുഷ്യനാ. അയാൾക്ക് തോന്നി, ഞാൻ ഇപ്പൊ നിസ്കാരത്തിലാണെന്ന് ഓർമ്മയില്ലാതെ കുറച്ച് സംസാരിച്ചു പോയല്ലോ. പണ്ട് മദ്രസയിൽ നിന്ന് പഠിച്ചപ്പോ അർത്ഥമുള്ള ഒരു അക്ഷരമോ അർത്ഥമില്ലാത്ത 2 അക്ഷരമോ സംസാരിക്കൽ നിസ്കാരം ബാത്തിലാവുന്ന കാര്യമാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ നിന്ന് 3-4-5 അക്ഷരങ്ങൾ വരുന്ന ഒരു വാക്ക് തന്നെ പറഞ്ഞു പോയില്ലേ. അപ്പൊ നിസ്കാരം ബാത്തിലാണ്ടാവും എന്ന് ഈ സാധു ധരിച്ചു. അയാൾക്ക് വിവരമില്ലാത്തോട് ധരിച്ചതാണ്. ഈ ധരിച്ചതനുസരിച്ച്
ഫതകല്ലമ കസീറൻ. അപ്പൊ പിന്നെ ഏതായാലും നിസ്കാരം ബാത്തിലായിട്ടുണ്ടാവും എന്നുള്ളവർക്ക് അയാൾ കുറയാണ്ട് സംസാരിച്ചു. എന്നാൽ ഈ രണ്ടാമത് സംസാരിച്ച സംസാരത്തിലെല്ലാം എഴുതർ, അത് എഴുതർ അനുവദിക്കൂല. ആദ്യം കുറഞ്ഞ സംസാരം കൊണ്ട് ബാത്തിലാവില്ല, അത് ഓക്കെയാണ്. പക്ഷെ ഇത് അറിയാതെ ബാത്തിലായിട്ടുണ്ടാവും എന്ന നിലക്ക് പിന്നെ കുറെ സംസാരിച്ചത്, അതുകൊണ്ട് നിസ്കാരം ബാത്തിലാവും. അപ്പൊ പിന്നെ തലക്കെന്ന് എടുക്കണം, എന്നിട്ട് പറ്റൂല, ബാക്കിയുള്ളത് പൂർത്തിയാക്കിയാൽ മതിയാവൂല. ഇപ്പോ കുറഞ്ഞ കലാമ്, അതുപോലെ തന്നെ കുറഞ്ഞ കൂറ്റനക്ക്, ഇതുകൊണ്ട് ബാത്തിലാവൂല എന്ന് പറഞ്ഞല്ലോ. വഖറജ ബിയസീരി തനഹ്നുഹിൻ, കുറഞ്ഞ കൂറ്റനക്കൽ കൊണ്ട് ബാത്തിലാവൂല എന്ന് പറഞ്ഞ വാക്കുകൊണ്ട് പുറത്തു പോകുന്നുണ്ട്. ഒന്നായിട്ട് പറയാം. വഖറജ ബിയസീരി തനഹ്നുഹിൻ ലിഗലബത്തിൻ, നിയന്ത്രിക്കാൻ പറ്റാതെ അനിയന്ത്രിതമായി കൂറ്റനക്കൽ കുറച്ചൊക്കെ വന്നാല്, വകലാമിൻ ബിസവിൻ, മറന്നോടുകൂടി കുറഞ്ഞ കലാമ് കൊണ്ടും നിസ്കാരം ബാത്തിലാവൂല എന്ന് മത്തിനിൽ പറഞ്ഞല്ലോ, അതുകൊണ്ട് പുറത്തു പോകുന്നു. കസീറുഹുമാ, കുറെ അധികം കൂറ്റനക്കുന്നു, അതുപോലെ തന്നെ കുറെ അധികം സംസാരിക്കുന്നു. ഫതബത്തുലു ബികസ്റതിഹിമാ, ഈ കൂറ്റനക്കലാണെങ്കിലും സംസാരമാണെങ്കിലും അധികരിച്ചതോടുകൂടിയാവുമ്പം ബാത്തിലാവും. വലവുമാവലബത്തിൻ, കൂറ്റനക്ക് അനിയന്ത്രിതമായി തന്നെ ആണെങ്കിലും, വസൈവിൻ, നിസ്കാരത്തിലാണെന്ന് ഓർമ്മയില്ലാതെ ആണെങ്കിലും, വൈരി അല്ലാതെ ആണെങ്കിലും, ഏതായാലും ഇതൊക്കെ കുറഞ്ഞതിനെ എഫ് ഉള്ളൂ, അധികരിച്ചതാണെങ്കിൽ എഫ് ഉണ്ടാവില്ല. അവിടെ പറഞ്ഞോടത്ത് തന്നെ തിരിഞ്ഞു തന്നെയാണ്. കുറഞ്ഞത് എഫ് ചെയ്യപ്പെടുന്നല്ല, അധികരിച്ച എഫ് ചെയ്യപ്പെടൂല. കസീറുഹുമ, എങ്ങനെങ്ങളിൽ അങ്ങനെ കസീറുഹുമ നിന്ന് എന്ന് പറഞ്ഞത് കൊണ്ട് പുറപ്പെട്ടു. കസീറുഹുമ എന്താ പിന്നെ അവിടെ കസീറുഹുമ, പിന്നെ വേറൊരു കസീറുഹുമ ഉണ്ടപ്പോടെ. കസീർ അവക്കെ പറഞ്ഞു പോന്ന് ഇങ്ങേ പുറത്ത് എത്തിയിട്ട് പിന്നെ ഞങ്ങളെ കസീറുഹുമ ഉണ്ടായത്. കുറഞ്ഞ കൂറ്റനക്കല് അതിക്രമിച്ചു വന്നു, കുറഞ്ഞ സംസാരം മറവി കൊണ്ടുവന്നു, എന്നാ ബാത്തിലാവൂല എന്നതുകൊണ്ട് പുറപ്പെട്ടു. എന്ത് പുറപ്പെട്ടു എന്നാ പറയുന്ന ഹബീബെ? കസീറുഹുമാൻ, ഈ അധികരിച്ച തനാവിനോ അല്ലെങ്കിൽ അധികരിച്ച കലാമ് പുറപ്പെട്ടു. എന്താ പിന്നെ അവിടെ ഒരു കസീറുഹുമ, ഒരു ചോപ്പ് എന്താ? ഔ മാ സബ്ഖി ലിസാനിൻ ഇലൈഹി, ഇനി വേറെ പുറപ്പെട്ടവർക്കല്ല, മത്തിന് പറഞ്ഞവർക്കാണ് ഇനി പറയുന്നത്. എന്താ നിങ്ങൾക്ക് അവിടെ മനസ്സിലാകാത്ത? എനിക്ക് അവിടെ ഇപ്പോഴും മനസ്സിലായി. ഞങ്ങൾക്ക് എന്താണ് ആ ചോപ്പ് രണ്ടാമത് എഴുതിയതിന്റെ ഉദ്ദേശം എന്താണ്? ഞാൻ ഒന്നുകൂടി അർത്ഥം വെച്ചാൽ, ഈ അർത്ഥമുഖങ്ങൾ എവിടേക്കെങ്കിലും മായമുഖം നോക്കിയിട്ട് പിന്നെ രണ്ടാമത് അവിടുന്ന് ടെസ്റ്റ് അടിക്കാൻ നിൽക്കരുത്. വഖറജ ബിയസീരി തനഹ്നുഹിൻ ലിഗലബത്തിൻ, ഒന്നാമത് പറഞ്ഞ മത്തിന് അങ്ങനെയാണ്. നിയന്ത്രണത്തിൽ പെടാതെ കുറഞ്ഞ തനഹ്നുഹ കൂറ്റനക്കൽ കൊണ്ട് നിസ്കാരം ബാത്തിലാവൂല എന്ന് പറഞ്ഞത് കൊണ്ടും, പിന്നെ വകലാമിൻ ബിസഹ്വിൻ, നിസ്കാരത്തിലാണെന്ന മറന്നതോടുകൂടി കുറഞ്ഞ കലാമു കൊണ്ടും നിസ്കാരം ബാത്തിലാവൂല എന്ന് പറഞ്ഞത് കൊണ്ട് പുറപ്പെട്ടു. എന്ത് പുറപ്പെട്ടു? കസീറുഹുമാൻ, അധികരിച്ച കൂറ്റനക്കല് ഒലബത്ത് കൊണ്ടാണെങ്കിലും അധികരിച്ച കലാമ് മറന്നുകൊണ്ടാണെങ്കിലും അത് ഈ പറഞ്ഞതിൽ നിന്ന് പുറപ്പെട്ടു. ഇനി പുറപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു മണ്ടൻ തലേനെ തിരിഞ്ഞില്ലെങ്കിൽ അത് തിരിഞ്ഞോട്ടെ എന്നുള്ള ആൾക്കാണ് ഫത്വബുത്തുലു ബികസ്റതിഹിമാ എന്ന് പറഞ്ഞത്. ഈ കൂറ്റനക്കൽ അധികരിച്ചാല് അല്ലെങ്കിൽ മറവിയോടുകൂടുള്ള സംസാരം അധികരിച്ചാൽ നിസ്കാരം ബാത്തിലാവൂന്ന്. എന്താണ് അപ്പൊ ഈ പറയുന്ന സമയത്ത് നിങ്ങൾ അട്ടത്തേക്കാ നോക്കണ്. വലവുമായ കൊലപത്തിന് ഈ അധികരിച്ച കൂറ്റനക്കല്
അല്ലെങ്കിൽ ഈ അധികരിച്ച സംസാരം അത് നിയന്ത്രിക്കാൻ കഴിയാതെ ഒലപ്പത്തായിട്ട് വന്നാലും ബാത്തിലാവും. നിസ്കാരത്തിലാണെന്ന് മറന്നുകൊണ്ടാണെങ്കിലും ബാത്തിലാവൂന്ന്. അധികരിച്ച തലാവിന് അല്ലെങ്കിൽ അധികരിച്ച കലാമ് അത് പറയേണ്ട ആവശ്യമില്ല, പറയാതെ തന്നെ തിരിയുന്ന കാര്യമാണ്. എന്നിട്ട് പിന്നെ അവിടെ ഇനി വേറെ വിഷയം പറയുന്നത്, കുറഞ്ഞ തനാഹ്നു നിയന്ത്രണത്തിൽപ്പെടാതെ വന്നുപോയി, അല്ലെങ്കിൽ നിസ്കാരത്തിനാണെന്ന് ഓർമ്മയില്ലാതെ കുറച്ച് സംസാരിച്ചു, അതുകൊണ്ടൊന്നും ബാത്തിലാവൂലാർന്നു. ഇനി ഇലൈഹി, ഈ സംസാരത്തിലേക്ക് സബ്ഖ് ലിസാൻ എന്ന് പറഞ്ഞാൽ നാവും വരെ അങ്ങനെ വന്നുപോയി, ബോധപൂർവം പറയല്ല, അത് അങ്ങോട്ട് വന്നുപോയി. എന്നാലും കുറഞ്ഞ കലാമാണെങ്കിൽ ബാത്തിലാവൂല. ഉദാഹരണം പറഞ്ഞാല് സാധാരണ സ്ത്രീകൾക്കൊക്കെ പറ്റുന്നൊരു കാര്യമാണ്, നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്, അതിന്റെ ഇടക്ക് അടുക്കളയിൽ നിന്ന് എന്തോ പാത്രമൊക്കെ വട കടകടോ തട്ടി പുച്ഛാന്തം അറിയാതെ പറഞ്ഞു പോവുകയാണ്. നിസ്കരിത്തിലാണ് എന്നും ഓർമ്മയുണ്ട്, സംസാരിക്കാൻ പാടില്ല എന്നും ഓർമ്മയുണ്ട്, എന്നാ മനഃപൂർവ്വം സംസാരിച്ചതും അല്ല, അടുത്ത് ബന്ധുവാണ് പുച്ഛാന്തരം. അതൊരു ശൈലിയാണ്. അങ്ങനെ ഒലപ്പത്തായി സബ്ഖ് ലിസാനായിട്ടാണ് ബന്ധുവായതാ. അതല്ലെങ്കിൽ ഔ മാ ജഹ്ലി തഹരീമിഹി, അല്ലെങ്കിൽ അറിഞ്ഞത് കുറച്ച് സംസാരാണ്, അത് ഹറാമാന്ന് അറിയില്ല, ആൾക്ക് അറിയാതെ പറ്റിപ്പോയതാ. ഐ അൽ കലാമി ഫിയ, നിസ്കാരത്തിൽ സംസാരം ഹറാമാണെന്ന് അറിയാതെ പറഞ്ഞു പോയതാ. അങ്ങനെ അറിയാതെ പറഞ്ഞ അവിടൊക്കെ ഷർത്തുണ്ട്. സബ്ഖ് ലിസാനിന് പിന്നെ ഷർത്തുമില്ല. സബ്ഖ് ലിസാന് ബോധപൂർവ്വം അല്ലാതെ അവിടെ ബന്നു പോകാം, നേരത്തെ പറഞ്ഞ ഒലബത്ത് പോലെ ഇവിടെ ബന്നു പോകാണ്. ഈ ഖുർബി ഇസ്ലാമിൻ, ഇസ്ലാമിലേക്ക് വന്നിട്ട് കുറച്ച് കാലമായിട്ടുള്ളൂ, അത്തരം വിശദമായ വിവരങ്ങളൊന്നും പഠിച്ചിട്ടില്ല, അങ്ങനെ സംസാരിച്ചത്. സംഗതി വൈകാന ബൈനൽ മുസ്ലിമീൻ, പണ്ട് തന്നെ ആള് അമുസ്ലിമായ സമയത്ത് നമ്മളെ മുസ്ലിങ്ങൾക്കിടയിൽ ജീവിച്ചു വളർന്ന ആളാണ്. പക്ഷെ ഇസ്ലാമിലേക്ക് വന്നിട്ട് കുറച്ച് കാലമായിട്ടുള്ളൂ, പഠിക്കാനൊക്കെ ആയിടുള്ളൂ. എന്നാൽ അതുകൊണ്ട് അറിവില്ലാത്ത ആളാന്നുള്ള ഉദറുള്ള ആളാണ്, പുതു മുസ്ലിം ആയതുകൊണ്ട്. അപ്പൊ നമ്മളെ ഇടയിൽ മുസ്ലിങ്ങളുടെ ഇടയിൽ ജീവിച്ചാവൊക്കെ മനസ്സിലാക്കണ്ട, അങ്ങനെയൊന്നും അറിയില്ല. വിശദമായ കാര്യങ്ങൾ നിസ്കാരം പറഞ്ഞിട്ടൊന്നുണ്ട്, റമദാൻ മാസത്തിൽ ഒരു നോമ്പുണ്ട്, അങ്ങനെയൊക്കെ അറിയുന്നല്ലാതെ നിസ്കാരത്തിന്റെ രൂപവും അതിന്റെ വിധിവിലക്കുകളും ഒന്നും നമ്മളെ ഇടയിൽ താമസിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ആ മുസ്ലിങ്ങൾക്ക് അറിയില്ല. ഇസ്ലാം മതത്തിൽ വന്നിട്ട് കുറച്ചു കാലമായിട്ടുള്ളൂ. അങ്ങനെ ഒരു പുതു മുസ്ലിമായ ആളിൽ നിന്നിട്ടാണ് ഈ സംസാരം വന്നുപോയത്. എന്നാൽ അത് മാപ്പാക്കപ്പെടും എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് നിസ്കാരം ബാത്തിലാവും. അതല്ലെങ്കിൽ പുതു മുസ്ലിം ഒന്നുമല്ല, പഴയ മുസ്ലിം തന്നെയാണ്. ഔ ബുഅദിൻ അനിൽ ഉലമായി, ആലിമീങ്ങളെ തൊട്ടിട്ട് ദൂരത്തായത് കൊണ്ട്. പറഞ്ഞാൽ ആലിമ് പറഞ്ഞാൽ വലിയ ഫത്വ കൊടുക്കുന്ന ഉസ്താദന്മാരെന്ന് അർത്ഥമില്ല. ഇത്തരം നിസ്കാരവുമായി ബന്ധപ്പെട്ട ഷർത്തും ഫർദും ബാത്തിലാവുന്ന കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കാൻ അറിയുന്ന ആളുകളൊന്നും ഇല്ലാത്ത ഏതോ ഒറ്റപ്പെട്ട കാടുമൂലോ മുക്കിലോ പോയിട്ട് താമസിച്ച് വളർന്ന ആളാണ്, അയാൾക്ക് ഇതൊന്നും അറിയില്ല. അങ്ങനെയാണെങ്കിലും ഉദറുണ്ട്. അങ്ങനെ ഉദറുള്ള ആള് പുതുമുസ്ലിം ആയതുകൊണ്ടോ വിവരമുള്ള ആളുകളെ തൊട്ട് ദൂരത്തായതുകൊണ്ടോ അറിയാതെ സംസാരം നിസ്കാരത്തിൽ ഹറാമാണെന്ന് അറിയാതെ ഒരാളാണ് പറഞ്ഞു പോയി കുറച്ച്, അതുകൊണ്ടും ബാത്തിലാവൂല. എന്തിനെ തൊട്ടായി അമ്മയാരിഫ് ധാരിക്കുക, നിസ്കാരം ബാത്തിലാവുന്ന കാര്യങ്ങളെ പറ്റിയിട്ട് അറിയുന്ന, അത് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ആളുകളെ തൊട്ട് ദൂരത്തായിട്ട് താമസിച്ച ആളാണ്. അങ്ങനെ എതിറുള്ളത് കൊണ്ടാണെങ്കിൽ കുറഞ്ഞ കലാമ് കൊണ്ട് ബാത്തിലാവൂല. ഇനി വേറെ വിഷയം പറയാം. വലോ സല്ലമ, നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന ഒരാൾ സലാം വീട്ടി. എങ്ങനെ സലാം വീട്ടിയ നാസിയൻ, അത് മറന്നു കണ്ട, 4 റക്അത്തായിട്ടില്ല എന്നുള്ള ഓർമ്മയില്ല, ഇപ്പൊ നിസ്കാരം പൂർത്തിയായി എന്നുള്ളവർക്ക് മറന്നു കണ്ട് സലാം വീട്ടി. സലാം വീട്ടിയ സുമ്മത്തക്കല്ല മാമിതൻ, പിന്നെ മനഃപൂർവ്വം സംസാരിച്ചു. സലാം വീട്ടി മറന്നുകൊണ്ടാണ്, സംസാരിച്ചത് മനഃപൂർവ്വമാണ്. അമിതൻ യസീറൻ, കുറച്ച് സംസാരിച്ചു, മനഃപൂർവ്വം തന്നെ കുറഞ്ഞ സംസാരം സംസാരിച്ചു. ഔ ജഹില തഹരീമമാതാബി,
താൻ ഈ ചെയ്തത് ഹറാമാണോ എന്നറിയില്ല. ഏതോടുകൂടി മായിൽമിഹിബി താരീമി ജിൻസ് സംസാരിക്കാൻ പാടില്ല. നിസ്കാരത്തിൽ സംസാരിക്കാൻ പാടില്ല എന്നോനറിയാം. പക്ഷെ ഈ പറഞ്ഞത് എങ്ങനെയാണ് ഹറാമാണോ? അപ്പൊ എങ്ങനെയാ ചോദിച്ചാൽ, ഉദാഹരണം, നാടൻ വർത്താനം നിസ്കാരത്തിൽ പാടില്ല എന്നൊരാൾക്ക് അറിയാം. അതേ സമയത്ത് താൻ നിൽക്കുന്നതിന് തൊട്ടുപുറത്തുനിന്ന് ഒരാള് തുമ്മിയിട്ട് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ ഇദ്ദേഹം എന്തു പറഞ്ഞു? യർഹമുക്കല്ലാ എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ഒരാൾ നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരാൾ വന്ന് സലാം പറഞ്ഞു, അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു. അപ്പൊ വലൈക്കും അസ്സലാം എന്ന് പറഞ്ഞു. ഈ സാധു എന്താ മനസ്സിലാക്കുന്നത്? ഇതിപ്പോ വലൈക്കും അസ്സലാം എന്ന് പറഞ്ഞാൽ സുന്നത്തായ സലാം പറഞ്ഞതിന് മടക്കല്ലേ, അതിപ്പോ ഒരു ഇബാദത്താണല്ലോ. അല്ലെങ്കിൽ അൽഹംദുലില്ലാ എന്ന് ചൊല്ലിയോനെ ഇർഹമുക്കല്ലാ എന്ന് പറയുന്ന സുന്നത്തായ ഇബാദത്താണല്ലോ. അതുകൊണ്ടൊന്നും ബാത്തിലാവൂല. പക്ഷെ വർത്താനം പറഞ്ഞ ബാത്തിലാവും. പോക്കരൊക്കെ ഇവിടെ മമ്മദാക്ക വന്നോ എന്നൊക്കെ ചോദിച്ചാൽ നിസ്കാരം ബാത്തിലാവും ഇയാൾക്ക് അറിയാം. പാൻ ഈ പറഞ്ഞ ഇർഹമുക്കല്ലാ എന്ന് പറഞ്ഞുകൊണ്ട്, അതല്ലെങ്കിൽ വലൈക്കും അസ്സലാം പറഞ്ഞുകൊണ്ട് അതുകൊണ്ടൊന്നും ബാത്തിലാവും ഇയാൾക്ക് അറിഞ്ഞൂടാ. സംഗതി സംസാരത്തിന്റെ പൊതുവെ സംസാരം ഹറാമാന്ന് അറിയും ചെയ്യാ. ഈ കൂറ്റനക്ക തൊണ്ടനക്കല് ഹറാമാന്ന് അയാൾക്ക് അറിയില്ല. എന്നാ എന്താ അറിയാ? അല്ല, ഹറാമാ നിസ്കാരം ബാത്തിലാക്കുന്ന കാര്യമാണെന്ന് അറിയില്ല. മാ ഇൽമിഹി ബി താരീമിൽ കലാമി സംസാരിക്കാൻ പാടില്ല അയാൾക്ക് അറിയാം. പോക്കരെവിടെ മമ്മദ് എവിടെ എന്നൊന്നും നിസ്കാരത്തിൽ ചോദിക്കാൻ പാടില്ല എന്ന് അയാൾക്ക് അറിയാം. എന്നാ അതൊന്നും പറയാൻ പാടില്ല എന്ന് അത് ഇയാൾക്ക് അറിയില്ല. അതുകൊണ്ട് നിസ്കാരം ബാത്തിലാവുന്നു. എന്നാൽ ഇങ്ങനത്തെ സാധാരണക്കാരായ ആളുകളെ സംബന്ധിച്ച് ലം തബുത്തുൽ നിസ്കാരം ബാത്തിലാവില്ല. കാരണം എന്താ? അതൊക്കെ ഫിഖ്ഹിയായ കാര്യങ്ങൾ വിശദമായി പഠിച്ച ആളുകൾക്ക് അറിയുന്ന മുഫസ്സലാത്തിൽപ്പെട്ട നിയമം. അതൊന്നും സാധാരണ ലാഹിറായ ഹുക്കുമുകളിൽപ്പെട്ടതല്ല. ലിഖഫായിദാരിക ഇങ്ങനെയുള്ള വിശദാംശങ്ങളൊക്കെ അറിയാതെ പോകാൻ സാധ്യതയുണ്ട് അലല്ലവാമി സാധാരണക്കാരന്റെ മേൽ. ഓനിപ്പോ നാടൻ വർത്താനം പറയാൻ പാടില്ല, മത്തിക്കെത്ര എന്ന് വില, തേങ്ങക്ക് എങ്ങനെ വില കുറഞ്ഞോ എന്ന് ചോദിക്കാൻ പാടില്ല എന്ന് അറിയുമ്പം തന്നെ വലൈക്കും അസ്സലാം പറയാൻ പാടില്ല, ഇറമുക്കല്ലാ അതൊന്നും അങ്ങനത്തെ സാധാരണക്കാർക്ക് അറിഞ്ഞുകൊള്ളണം എന്നില്ല. അങ്ങനെ ഉദറുള്ളത് കൊണ്ട് അവിടെ ബാത്തിലാവൂല. ഇനി അതവിടെ കഴിഞ്ഞു കേട്ടോ. സംസാരവുമായി ബന്ധപ്പെട്ട വിഷയം അവിടെ കഴിഞ്ഞു. ഇനി നോമ്പ് ബാത്തിലാകുന്ന കാര്യങ്ങളെ കൊണ്ടൊക്കെ നിസ്കാരവും ബാത്തിലാവും. അടുത്ത കാര്യമാണ് പറയുന്നത്. മുഫ്തിർ എന്ന് പറഞ്ഞാല് നോമ്പിനെ മുറിച്ചു കളയുന്ന ഒരു വസ്തു ഉള്ളിലേക്ക് ചേരുക. എങ്ങനത്തെ മുഫ്തിറാണ്? വസ്വല, ആ വസ്തു ചേർന്നു, എത്തി ജൗഫിഹി തന്റെ ഉള്ളിലേക്ക്, ഉള്ളെന്ന് പറയപ്പെടുന്ന സ്ഥലത്തേക്ക് നോമ്പ് ബാത്തിലാക്കുന്ന എന്തെങ്കിലും ഒരു വസ്തു ഉള്ളിലേക്ക് പ്രവേശിച്ചു. വയങ്കല്ല, അത് ആ പ്രവേശിച്ച വസ്തു കുറച്ചാണെങ്കിലും ശരി, മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ടാണെങ്കിൽ ബാത്തിലാവും. അത് എന്നാൽ അങ്ങനെയൊക്കെ അറക്കത്തിട്ട് ഈ അറക്കത്തിട്ട് വെച്ച് കണ്ടത് കണ്ട് പറ്റല് കോളാക്കി കഴിച്ചങ്ങായിമാര്. അക്കിലല്ല, ഉക്കിലാണ്. നോമ്പ് മുറിക്കുന്ന വസ്തുക്കൾ ഉള്ളിലേക്ക് പ്രവേശിക്കൽ കൊണ്ട് നോമ്പ് നിസ്കാരം ബാത്തിലാകും. അധികരിച്ച ഭക്ഷ്യവസ്തുക്കൾ, ഉക്കുലി എന്ന് പറഞ്ഞാൽ ഭക്ഷിക്കപ്പെടുന്ന വസ്തുക്കൾ, മൗക്കൂലി എന്നർത്ഥം. ഭക്ഷ്യവസ്തുക്കൾ ചേരൽ കൊണ്ടും, കുറച്ചല്ല കസീർ. എങ്ങനെ? സഹുവൻ നിസ്കാരത്തിലാണെന്ന് ഓർമ്മയില്ലാതെ മറന്നുകൊണ്ട് അധികരിച്ച ഭക്ഷ്യവസ്തുക്കൾ ഉള്ളിലേക്ക് ചേരൽ കൊണ്ടും ബാത്തിലാവും. ആദ്യം പറഞ്ഞോടത്ത് കുറച്ചാണെങ്കിലും എന്താ പറയാ, മനഃപൂർവ്വം കൊടുത്താ അതായത് നമ്മുടെ വ്യത്യാസം. ഇനി രണ്ടാമത് ഇനി ഇഷ്കാരി വയ്ക്കാൻ നിൽക്കണ്ട. ഏത്
നോമ്പ് മുറിക്കുന്ന വസ്തുക്കൾ ഉള്ളിലേക്ക് ചേരൽ വയും കല്ല കുറച്ചാണെങ്കിലും ബാത്തിലാവുന്ന പറഞ്ഞാൽ നിസ്കാരത്തിലാണെന്നുള്ള ഓർമ്മയോടുകൂടെ മനഃപൂർവ്വമാണെങ്കിൽ കുറഞ്ഞതാണെങ്കിലും ബാത്തിലാവും. ഇനി രണ്ടാമത് പറഞ്ഞത് അധികരിച്ച ഭക്ഷ്യവസ്തുക്കൾ ചേരൽ കൊണ്ട് ബാത്തിലാവും പറഞ്ഞത് സഹ്വൻ, നിസ്കാരത്തിലാണെന്ന് ഓർമ്മയില്ലാതെ ആണെങ്കിൽ ബാത്തിലാവും. അത് പ്രത്യേകം പറയാൻ കാരണം എന്താ വെച്ചാൽ നോമ്പിലാണെന്ന് ഓർമ്മയില്ലാതെ ധാരാളം ഭക്ഷ്യവസ്തുക്കൾ ഉള്ളിലേക്ക് ചേർന്നാലും നോമ്പ് ബാത്തിലാവൂല, എന്നാൽ നിസ്കാരം ബാത്തിലാവും. അപ്പൊ നോമ്പ് ബാത്തിലാവുന്ന കാര്യങ്ങളെ കൊണ്ടൊക്കെ നിസ്കാരം ബാത്തിലാവുന്നതിന്റെ പുറമെ നോമ്പ് ബാത്തിലാകാത്ത ചില കാര്യങ്ങളെ കൊണ്ടും നിസ്കാരം ബാത്തിലാവും. അതാണ് ഭക്ഷ്യപദാർത്ഥങ്ങൾ കൂടുതലായി എന്ന് പറഞ്ഞാൽ ഒരാൾ വയറ് നിറച്ചാണ് ചോറ് കഴിച്ചു, അല്ലെങ്കിൽ ജ്യൂസോ ചായയോ കുടിച്ചു, എന്നാൽ അതുകൊണ്ട് നോമ്പും മുറിയില്ല. നോമ്പുകാരനാണെന്ന് ഓർമ്മയില്ലാതെ ആണെങ്കിൽ നോമ്പ് മുറിയില്ല, പക്ഷെ നിസ്കാരം മുറിയൂ. വാതാ പറഞ്ഞു വൈലന്തപത്തുൽ ബിഹി സോമു, മറന്നുകൊണ്ട് അധികരിച്ച ഭക്ഷ്യവസ്തുക്കൾ ഉള്ളിലേക്ക് ചേരൽ കൊണ്ട് നോമ്പ് മുറിയില്ലെങ്കിലും നിസ്കാരം മുറിയും. അതിന് കാരണം എന്താ പറഞ്ഞ്, നോമ്പ് താൻ നോമ്പിലാണ് എന്ന് ഓർത്തിരിക്കാൻ പ്രത്യേകമായ ഒരു രൂപം അതിലില്ലാത്തത് കൊണ്ട് മറവി പറ്റാൻ കൂടുതൽ സാധ്യതയുള്ളതിനാൽ അഫുവായിട്ട് ഇളവ് അനുവദിക്കപ്പെട്ടിരിക്കുകയാണ് നോമ്പില് എന്നാണ്. അതേസമയത്ത് നിസ്കാരത്തിന് അങ്ങനെയല്ല. അതിന്റെ തുടക്കം മുതൽ അവസാനം വരെ നിസ്കാരത്തിന് പ്രത്യേകമായ ഒരു രൂപമുള്ളത് കൊണ്ട് ഓർത്തിരിക്കാൻ, താൻ നിസ്കാരത്തിലാണെന്ന് ഓർമ്മ വരാൻ വളരെ എളുപ്പമാണ്. അതുകൊണ്ട് മറവി പറ്റാൻ നോമ്പ് കൊള്ള ചേർത്ത് നോക്കുമ്പോൾ നിസ്കാരത്തിൽ സാധ്യത കുറവാണ്. അതുകൊണ്ട് അധികരിച്ച വസ്തുക്കൾ ഉള്ളിലേക്ക് ചേർന്നാൽ മറന്നുകൊണ്ടാണെങ്കിലും നിസ്കാരം ബാത്തിലാവും. പക്ഷെ അങ്ങനെ ഒരു പ്രത്യേക രൂപമില്ലാത്തത് കൊണ്ട് നോമ്പിലിളവാണ്, നോമ്പ് മുറിയില്ല. ആദ്യം പറഞ്ഞത് മനഃപൂർവ്വമുള്ളത് കുറച്ചാണെങ്കിലും നോമ്പ് മുറിയും നിസ്കാരവും ബാത്തിലാവും. ഇനി എന്റെ വിശദീകരണം പോലെ ഫലവിബ് ഒരാള് വിഴുങ്ങിയാൽ കീപ്പോട്ട് ഇറക്കാന്നർത്ഥം. എന്തിനെ? നുഹാമത്തൻ കഫത്തെ. എങ്ങനെയുള്ള കഫം? നസലത്ത് മിർ റഅ്സിഹി, അത് തന്റെ തലയിൽ നിന്ന് കീപ്പോട്ട് ഇറങ്ങി എവിടത്തേക്ക്? ലിഹദ്ദിൽ ളാഹിരി മിൻ ഫമിഹി, തന്റെ വായിലെ പ്രത്യക്ഷ ഭാഗത്തേക്ക്. പ്രത്യക്ഷ ഭാഗം എന്ന് പറഞ്ഞാൽ ഹാന്റെ മഹ്റജിന്റെ ഇങ്ങേപ്പുറം ആണ് ലാഹിറിന്റെ ഹദ് എന്ന് പറയുന്നത്. ആ പറയപ്പെടുന്ന വായയുടെ പ്രത്യക്ഷ ഭാഗത്തേക്ക് തലയിൽ നിന്ന് ഇറങ്ങി വന്ന കഫം പിന്നെ കീപ്പോട്ട് ഇറക്കി, എന്നാൽ അതുകൊണ്ട് നോമ്പ്. അല്ലാതെ ആദ്യം തന്നെ തൊണ്ടനിലുണ്ടായതിനാണ്, അത് കീപ്പോട്ട് ഇറങ്ങിപ്പോയതാണ്. വായിലേക്ക് വരാതെ കീപ്പോട്ട് തൊണ്ടയിലേക്ക് പോയതാണ്, അത് കീപ്പോട്ട് ഇറങ്ങിയതാണ്. അതുകൊണ്ടൊന്നും നിസ്കാരം ബാത്തിലാവില്ല. വാഹിറിന്റെ ഹദ് എന്ന് പറയുന്ന ഹായിന്റെ മഹ്റജ് വിട്ട് ഇപ്പുറം വന്നതിന് ശേഷം കീപ്പോട്ട് ഇറങ്ങിയാൽ നിസ്കാരം ബാത്തിലാവും. ഔരീഖൻ മുതനജ്ജിസൻ, അല്ലെങ്കിൽ നജസായ ഉമുനീരിനെ ഇറക്കി. ഇബ്തലാ എന്ന് പറഞ്ഞോർത്തേക്ക് തന്നെ ഇറക്കി. എന്തുകൊണ്ട് നജസായ ഉമുനീര്? ബിനഹ്വി ദമി ലുസ്സതിഹി. ഉദാഹരണം, മോണയിൽ നിന്നും ചോര വരുന്നു, പല്ലുകൾക്കിടയിൽ മോണയിൽ നിന്നൊക്കെ ചോര വരുന്നു. ആ ചോര കലർന്ന ഉമുനീര് നജസാവും. ഇങ്ങനെ നജസായ ഉമുനീര് കീപ്പോട്ട് ഇറങ്ങിയാൽ നിസ്കാരം ബാത്തിലാവും. സംഗതി വൈനിബിയല്ല, ഈ ഉമുനീര് തുപ്പി തെളിഞ്ഞാണ്. ഇപ്പൊ ചോരന്റെ അടയാളമൊന്നുമില്ല, എന്നാലും നജസ് തന്നെയാണ്, ബാത്തിലാവും. കാരണം എന്താ? രക്തം നജസാണ്. ഈ നജസാവുന്ന രക്തം ഉമുനീരിൽ കലർന്നാൽ ഉമുനീര് മുത്തനജ്ജിസായി. ഈ മുത്തനജ്ജിസിനെ ശുദ്ധിയാക്കാൻ കഴുകാനേ പറ്റൂ. കഴുകി ശുദ്ധിയാക്കിയെങ്കിലേ ശുദ്ധിയാവുള്ളൂ, തുപ്പിയാ ശുദ്ധിയാവൂല. അപ്പൊ ചോരന്റെ അടയാളമൊക്കെ തുപ്പിപ്പോയിണ്. ഇപ്പൊ ചോര കാണാനില്ല, പക്ഷെ എന്താക്കിയിട്ടില്ല? വാ കഴുകിയിട്ടില്ല. കഴുകാതെ ആ ഉമുനീര് കീപ്പോട്ട് ഇറക്കിയാൽ തന്നെ നിസ്കാരം ബാത്തിലാകും. അഞ്ഞ് വേറെ പണ്ട് പറഞ്ഞിട്ടുണ്ട്, ഏത് ഒരാൾക്ക് അതൊരു സ്ഥിരം രോഗമാ. എപ്പം നോക്കിയാലും അയാളുടെ വായിൽ കുറേശ്ശെ രക്തം ഉണ്ടാവുക, ഇല്ലാതിരിക്കുന്ന സമയം വളരെ അപൂർവമാണ്. അങ്ങനെ മുബുത്തലായി ഈ മോണ വെട്ടി ചേരുവരിക എന്ന് പറയുന്ന കാര്യം അതൊരു രോഗമായി സ്ഥിരമായുള്ളൊരു മനുഷ്യൻ
അങ്ങനെ അയാളുടെ ഉമനീർ എപ്പോഴും നജസായിരിക്കുമല്ലോ. അത് മനഃപൂർവ്വം ഇറക്കാതെ ഇറങ്ങിപ്പോയാൽ അതുകൊണ്ട് നോമ്പ് നിസ്കാരം ബാത്തിലാവൂലാണ്. കാരണം അയാൾ മഅ്ദൂറാണ്. എന്നാലും മനഃപൂർവ്വം ഇറക്കാൻ പാടില്ല. ഇനി അതല്ലെങ്കിൽ അത് മുത്തയ്യിറൻ ബിഹുംറത്തിനവി തുമ്പുലിൻ. ഈ തമ്പുല് എന്ന് പറഞ്ഞാല് മുറുക്കാൻ, വെത്തില് മുറുക്കുന്നില്ലേ, അങ്ങനെ മുറുക്കാൻ ചവച്ചിട്ട് ആ ചുമപ്പുമായി കലർന്ന ഉമിനീര് കീപ്പട്ടിറക്കിയാലും ബത്തലത്ത് നിസ്കാരം ബാത്തിലാവൂന്ന്. മനസ്സിലായില്ലേ? ഒക്കെ ഫലവിപത്തരായ മുതൽക്ക് ഇങ്ങോട്ടുള്ളതിന്റെ ജവാബാണ് കേട്ടോ. ആരും ഞാൻ തപ്പി ഇറക്കണ്ട. തലയിൽ നിന്നും വായിന്റെ പ്രത്യക്ഷത്തിലേക്ക് ഇറങ്ങി വന്ന കഫം കീപ്പോട്ടിറക്കുകയോ, മോണ പൊട്ടി ചോര വന്ന് ആ ചോര കറന്ന് നജസായ ഉമിനീര് കീപ്പോട്ട് ഇറക്കുകയോ, അതല്ലെങ്കിൽ വെത്തില് മുറുക്കിയ ആ മുറുക്കാന്റെ ചുമപ്പ് കലർന്ന ഉമിനീര് കീപ്പോട്ട് ഇറക്കുകയോ ചെയ്താൽ ബത്തലത്ത് നിസ്കാരം ബാത്തിലാവൂന്ന്. ആ മൂന്നോർത്തി കൂടിയാണ് ബത്തലത്ത് പറഞ്ഞത്. ഇനി മത്തിനുമക്ക് കിടക്കാം. എന്ന് പറഞ്ഞില്ലേ, കുറച്ചാണെങ്കിലും നോമ്പ് മുറിക്കുന്ന വല്ല വസ്തുക്കളും ഉള്ളിലേക്ക് ചേർന്നാൽ അതുകൊണ്ട് മാത്രമാവും എന്ന് പറഞ്ഞ് ആ കുറഞ്ഞെന്ന് പറഞ്ഞ എങ്ങനെ കണക്കൂട്ടുക? അമ്മൽ ഉക്കുലുൽ ഖലീലു വ ഉക്കുലുൻ കസീറുൻ സഹ്വൻ എന്ന് പറഞ്ഞ് മറന്ന് നിസ്കാരത്തിലാണെന്ന് ഓർമ്മയില്ലാതെ അധികരിച്ച ഭക്ഷ്യവസ്തു കീപ്പോട്ടിറങ്ങിയാലും ബാത്തിലാവും എന്ന് പറഞ്ഞു. എന്നാൽ ഉറുഫിൽ കുറഞ്ഞതായ ഭക്ഷ്യവസ്തു ആണെങ്കിലോ, ഈ കുറഞ്ഞെന്ന് പറഞ്ഞാൽ എങ്ങനെ നിങ്ങൾ കണക്കൂട്ട? ഓരോരുത്തരും ഓരോ കോലത്തില. ഒരു പറയുന്നത് കേൾക്കല്ലാതെ നമുക്ക് അവിടെ മാർഗമൊന്നുമില്ല. സിംസിമത്തിൻ, ഒരു എള്ളുമണി പോലത്തത് കൊണ്ട് കുറഞ്ഞതിനെ നിബന്ധനപ്പെടുത്താൻ കഴിയില്ല. കുറഞ്ഞത് എന്ന് പറഞ്ഞാൽ ഉറുഫ് കണക്കാക്കുക. അതപ്പൊ ഇതിന്റെ കണക്ക്. ഉറുഫ് കുറഞ്ഞതാണെന്ന് പറയുന്നത് അതിപ്പോ എത്ര? ഒരു എള്ളുമുട്ടായിന്റെ അത്രയാണോ? അതാണിപ്പോ. അല്ലാതെ ഇപ്പൊ സിംസിമത്ത് ഒറ്റയ്ക്കുന്നോ? എള്ളുമുട്ടായി ഉണ്ടല്ലേ നമ്മുടെ നാട്ടില്. എള്ളുമുട്ടായി രണ്ട് ജാതിയുണ്ട്. ചീരമുട്ടായി അറിഞ്ഞിട്ട് ചെറിയ കുട്ടികൾക്ക് കൊടുക്കുന്ന ചെറിയ കുറെ കളറ് കുട്ടികളെ കുടല് പോകാൻ വേണ്ടിയിട്ട് കളറ് കൊടുത്തിട്ട് ചെറിയൊരു മധുരമുള്ളൊരു സാധനം പരത്തിയിട്ട് ഉണ്ട് ഈ ചീരമുട്ടായി എന്ന് പറഞ്ഞിട്ട സാധനം. ആ ഒരു ചീരമുട്ടായി എന്ന് കണക്കൂട്ടാൻ പറ്റുമോ? അങ്ങനെയൊന്നും പറ്റൂല. മനസ്സിലായില്ലേ? ഉറുഫാണ് അവർക്ക് കണക്കൂട്ടേണ്ടത്. അപ്പോ അമ്മൽ ഉക്കുലുൽ ഖലീലു ഉറുഫൻ, നാട്ടു നടപ്പനുസരിച്ച് ഉറുഫ് അനുസരിച്ച് കുറഞ്ഞ ഭക്ഷ്യവസ്തുക്കൾ ആര് നിന്നിട്ടുള്ളൂ? മിന്നാസിൻ, നിസ്കാരത്തിലാണെന്ന് ഓർമ്മയില്ലാതെ മറന്ന ഒരാള്, അയാളിൽ നിന്നിട്ടും കുറഞ്ഞ ഭക്ഷ്യവസ്തു കീപ്പോട്ടിറങ്ങി. അതല്ലെങ്കിൽ ഔ ജാഹിലിൻ മഅ്ദൂരിൻ, മുമ്പ് പറഞ്ഞ ഉദുറുള്ള വിവരമില്ലാത്ത ആള്. ഉദുറുള്ളതെന്ന് പറഞ്ഞാൽ ഒന്നിരിക്കൽ പുതുമുസ്ലിമാണ്, അതല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ അറിയുന്ന ആളുകളൊന്നും ഇല്ലാത്ത ഏതോ ഒറ്റപ്പെട്ട പ്രദേശത്ത് താമസിച്ചവനാണ്. അവരാണ് ജാഹിൽ മഅ്ദൂർ. ഇങ്ങനെ വിവരമില്ലാത്തവരോ അതല്ലെങ്കിൽ മറന്നവരോ ആയ ആളുകളിൽ നിന്ന് കുറഞ്ഞ ഉറുഫൻ കുറഞ്ഞതെന്ന് കണക്കാക്കാൻ പറ്റുന്ന ഭക്ഷ്യവസ്തുക്കൾ ഉള്ളിലേക്ക് കടന്നാൽ ഒക്കെ ഇന്നോടെ പഠിച്ചോളൂ. ഇതിന്റെയൊക്കെ ജവാബ് ഇനി ഒന്നായിട്ട് അവിടെ പറയും ഇപ്പട്ട്. അതുപോലെ തന്നെ വമിൻ മഗ്ലൂബിൻ, അനിയന്ത്രിതമായി വന്നതാണ്. ഇവൻ മനഃപൂർവ്വം ചെയ്തതൊന്നുമല്ല, ഇവന് നിയന്ത്രിക്കാൻ പറ്റാത്ത നിലക്ക് സംഭവിച്ചതാണ് കുറഞ്ഞതായിട്ട്. അതുപോലെ മഗ്ലൂബ് ആരെങ്ങനെ? കാൻ നസലത്ത് നുഹാമത്തുഹു, ഒരാളുടെ കഫം ഇങ്ങോട്ട് ഇറങ്ങി വന്നു. ഈ നോമ്പിന്റെ സമയത്തൊക്കെ, നോമ്പ് നോറ്റ ആളുകൾക്കൊക്കെ പലപ്പോഴും സംഭവിക്കുന്നതാണ്. ലി ഹദ്ദിൽ വാഹിരി, പ്രത്യക്ഷ സ്ഥാനത്തേക്ക് അഥവാ ഹാന്റെ മഹ്റജ് ഉൾപ്പെടുന്ന അതിന്റെ ഇങ്ങോട്ടുള്ള സ്ഥലത്തേക്ക് ഇറങ്ങി. വാജിസൻ മജ്ജിഹ, അത് തുപ്പിക്കളയാൻ പറ്റാത്ത സാഹചര്യം, തുപ്പിക്കളയാൻ കഴിഞ്ഞില്ല. ഔ ജറാരിഖുഹു, ഇനി വേറൊരു കാര്യം, അല്ലെങ്കിൽ ഒരാളുടെ ഉമിനീര് നടന്നു. എവിടെ നടന്നു? ബിത്വാമിൻ ബൈന അസ്നാനി, പല്ലിന്റെ ഇടയില്. പല്ലിന് ഓട്ടമുള്ള ആളാണ് നോക്കിക്കോളി, അല്ലെങ്കിൽ പല്ലിന്റെ ഇട ദ്വാരമുള്ളതാണ്. അങ്ങനെ ഈ പല്ലിന്റെ ഓട്ടയിലോ പല്ലിന്റെ ഇടയിലോ കുടുങ്ങിയ ഭക്ഷണ സാധനമുണ്ട്. വഖദ് അജ്സ, ഓന് സാധിക്കാത്ത അവസ്ഥ വന്നിട്ടുണ്ട്. തമ്മീസിഹി വ മജ്ജിഹി, ഈ കുടുങ്ങിയ ഭക്ഷ്യവസ്തുല്ലേ
അതിന് വേറിച്ച് അവിടുന്ന് തോണ്ടി എടുത്ത് തുപ്പിക്കളയാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. കാരണം അത് കുടുങ്ങി ഞാൻ അത് തോണ്ടാൻ നിന്നാ പല്ലുവേദന കൊണ്ട് സഹിക്കാൻ കഴിയില്ല. അങ്ങനത്തെ ഒരു സാഹചര്യ. അങ്ങനെ തോണ്ടി തുപ്പിക്കളയാൻ പറ്റാതെ വന്നു. പല്ലിന്റെ ഇടയിൽ ഇതിങ്ങനെ കുടുങ്ങിയും പോയി. അതിലൂടെ പോയിട്ട് ഉണ്ടായ ആ ഉമിനീര് കീപ്പോട്ടിറങ്ങി. അങ്ങനെ കുറഞ്ഞ ഭക്ഷ്യവസ്തുക്കൾ ഇനി എവിടം വരെ കേട്ടോളി. അമ്മ ഇട്ടിട്ടുള്ളതിന്റെ ജവാബ് ഒന്നിച്ചറിഞ്ഞു പറയുന്നത്. അമ്മല്ലുക്കുലുൽ ഖലീലു ഉർഫൻ മിന്നാസിൻ. മറന്നൊരാള് ഉർഫൻ നിരക്ക് കുറഞ്ഞ ഭക്ഷ്യവസ്തുക്കളുടെ ഉള്ളിലേക്ക് കടന്നു, അല്ലെങ്കിൽ ജാഹില് മഹദൂറായ ജാഹിലിന്റെ അടുത്തുനിന്ന് കുറഞ്ഞ ഭക്ഷ്യവസ്തുക്കളുടെ ഉള്ളിലേക്ക് കടന്നു, മഹലൂബായിട്ട് ഇവന്റെ നിയന്ത്രണത്തിൽ പെടാത്ത നിരക്ക് വന്നു. അതിന്റെ രൂപാണ് ഈ മഹലൂബിന്റെ രൂപാണ് പറഞ്ഞത്. വയറിന്റെ അതിലേക്ക് തലയിൽ നിന്നിട്ട് കഫ ഇറങ്ങുകയും തുപ്പിക്കളയാൻ പറ്റാതെ വരികയും ചെയ്ത സാഹചര്യത്തിലേക്ക് പെട്ടിറങ്ങി. അതല്ലെങ്കിൽ പല്ലിന്റെ ഇടയിൽ കുടുങ്ങി കിടന്നിട്ട് ഭക്ഷണം അത് കുത്തിക്കളഞ്ഞ് തുപ്പിക്കളയാൻ പറ്റാത്ത സാഹചര്യം, അതിന്റെ ഇടയിൽ കൂടെ ഉമനീര് നടന്നിട്ട് ആ ഉമനീര് പെട്ടിറങ്ങി. ഇങ്ങനെയൊക്കെ വന്നാൽ ഫലായുറുറു, അവിടെ കുഴപ്പമില്ലാണ്ട് നിസ്കാരം പാകത്തിലാവൂല. അതാണ് അവിടുത്തെ ഫലായുറുറു. എന്തുകൊണ്ട് അവിടെ നിസ്കാരം പാകത്തിലാവൂലാന്ന്? ഈ പറഞ്ഞവർക്കൊക്കെ എതിറുണ്ട്. ഒന്ന് മറന്നവനാണ്, മറ്റൊന്ന് ജാഹിലാണ്. പക്ഷെ ജാഹിൽ എല്ലാ ജാഹിലും എല്ലാം എതിറുള്ളവനാണ്. മറ്റൊന്ന് വലബത്താണ്. വലബത്തിന് അവന്റെ നിയന്ത്രണത്തിൽ പെടാതെ സംഭവിച്ചു പോയതാണ്. ഇവിടെയൊക്കെ എന്തുണ്ട്? എതിറുള്ളത് കൊണ്ട് നിസ്കാരം ബാത്തിലാവുകയില്ല. ഇനി അടുത്ത പറഞ്ഞു നോമ്പ് പാത്തിലാക്കുന്ന കാര്യങ്ങൾ. നോമ്പ് പാത്തിലാകാത്തയും ഒന്നുകൊണ്ട് പാത്തിലാവുന്ന അധികരിച്ച് നിസ്കാരത്തിലാണെന്ന് ഓർമ്മയില്ലാതെ അധികരിച്ച ഭക്ഷ്യവസ്തുവോ വാനിയാദികളോ ഉള്ളിലേക്ക് കടന്നാലും പാത്തിലാവുക ഇടക്കേറെ പറഞ്ഞതാ. ഇനി വത്തബുത്തുലു, നിസ്കാരം പാത്തിലാകും ബിസിയാദത്ത് റുക്നിൻ ഫീലിയിൻ, നിസ്കാരത്തിന്റെ ഫീലിയായ ഫർദുകളിൽപ്പെട്ട ഒരു ഫർദിനെ അധികരിപ്പിക്കുക. ഫീലിയായ ഫർദ് എന്ന് പറഞ്ഞാലൊക്കെ നൃത്തം, റുക്വഅ്, ഇഅ്തിദാല്, സുജൂദ്, ഇടയിലിരുത്തം തുടങ്ങിയത്. ഇങ്ങനെയുള്ള ഫീലിയായ ഫർദുകളെ ഒരാൾ അധികരിപ്പിച്ചു. എങ്ങനെ അധികരിപ്പിച്ചു? അംദൻ, മനഃപൂർവ്വം തന്നെ. ഇത് അധികരിച്ചതാണെന്ന് അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വം ഫീലിയായ ഫർദുകളെ അധികരിപ്പിച്ചു. എന്തിനു വേണ്ടി അല്ല? ലിഗൈരി മുതാബഅത്തിൻ, ഇമാമിനോട് തുടരാൻ വേണ്ടിയിട്ടല്ല. അതിനാണെങ്കിൽ നിസ്കാരം പാത്രമൊന്നുമില്ല. അങ്ങനെ ഇമാമിനോട് മുതാബഅത്തിന് വേണ്ടി പറഞ്ഞാൽ ഇപ്പൊ ഒരാൾ ഉദാഹരണം റുക്കുവയിൽ പോയിരുന്നു, ഇമാമിന്റെ കൂടെ റുക്കുവയിൽ പോയതാകാം. അങ്ങനെ ഇമാമിന്റെ കൂടെ റുക്കുവയിൽ പോയി ഇടയ്ക്ക് എന്തോ ഒരൊച്ച കേട്ട്. അതിന് ഇയാൾ എന്ത് കരുതി? ഇമാമി റുക്കുവ് കഴിഞ്ഞ് ഇത്തിദാലിക്ക് വന്നു എന്നുള്ള ആൾക്ക് ഇയാള് സമയം നൃത്തത്തിക്ക് വന്നു. നൃത്തത്തിൽ വന്ന് നോക്കുമ്പോ ഇമാമ് എത്തിദാലിക്ക് വന്നിട്ടില്ല, റുക്കുവിൽ തന്നെയുള്ളത്. അപ്പൊ ഇമാമ് ഇപ്പൊ റുക്കുവിലാണല്ലോ, ഇപ്പൊ നോർമല്ലാതെ പൊന്തിയതാണല്ലോ. രണ്ടാമത് വീണ്ടും റുക്കുവിക്ക് തന്നെ പോയി. ഇപ്പൊ ഇവിടെ ഒരു റുക്കുവിനെ അധികരിപ്പിക്കൽ വന്നു. കാരണം നേരത്തെ പോയ റുക്കുവ് തുമനീനത്ത് കിട്ടിയതോടുകൂടി റുക്കുവിന്റെ ഫർദ് വീടിയല്ലോ. ഇനി നൃത്തത്തിലേക്ക് ഉയർന്നു വന്ന് രണ്ടാമത് പോകുമ്പോ ഫീലിയായ ഒരു ഫർദിനെ അധികരിപ്പിച്ചല്ലോ അവിടെ. പക്ഷേ ഇവിടെ ഇമാമിനോട് ചേരാൻ വേണ്ടിയിട്ടായതുകൊണ്ട് അവിടെ ബാത്തിലാവില്ല. ആ പോയിന്റ് ഉദാഹരണം. ഞാൻ സുജൂദിലും ഒക്കെ വരാത്. ഇമാമിനോട് മുത്താബത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ ഫീലിയായ ഫർദിനെ അധികരിപ്പിച്ചത് കൊണ്ട് മനഃപൂർവ്വമാണെങ്കിലും ബാത്തിലാവൂല. ഈ ഫീലിയായ ഫർദിനെ അധികരിപ്പിക്കുക എന്ന് പറഞ്ഞതിന്റെ പോലെ എങ്ങനെ? കസിയാദത്ത് റുക്കുവിൻ, ഒരു റുക്കുവിനെ അധികരിപ്പിക്കും പോലെ, ഔ സുജൂദിൻ, അല്ലെങ്കിൽ ഒരു സുജൂദിനെ അധികരിപ്പിക്കും പോലെ. ഈ അധികരിപ്പിക്കുന്നോടത്ത് വൈലം യത്മഇന്ന ഫീഹി, ഈ ഓരോന്നിലും ഈ റുക്കൂ അല്ലെങ്കിൽ ഈ സുജൂദ് പോലത്തെ ഈ അധികരിപ്പിക്കുന്ന ഫർദില് തുമനീനത്ത് കിട്ടിക്കൊള്ളണം എന്നില്ല. എന്നാൽ തന്നെ നിസ്കാരം ബാത്തിലാവും. അപ്പൊ റുക്കൂവിന്റെ ഹദ്ദാവുന്ന ഒരു ഒത്ത സൃഷ്ടിപ്പുള്ള മനുഷ്യൻ അവന്റെ ഉള്ളം കൈ മുട്ടിൻകാരിൽ എത്തുന്ന അത്ര കുനിഞ്ഞാൽ തന്നെ റുക്കുവായി. അവിടെ തുമനീനത്ത് കിട്ടിയാലും കിട്ടിയിട്ടില്ലെങ്കിലും. വമിന്നു, ഇനി പറയാം, ഈ
അധികരിപ്പിക്കുന്ന നിസ്കാരത്തിന്റെ ഫർളുകളിൽപ്പെട്ട ഒരു ഫർളിനെ അധികരിപ്പിക്കുന്നതിൽ പെട്ടതാണ്. ഞാൻ പറയല്ല കമാകാല ശൈഖുന ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ അങ്ങനെ പറഞ്ഞേന്. എന്ത് അതിൽപ്പെട്ടതാണ്? അൻയൻഹനിയ, കണ്ടോ, പലപ്പോഴും ആളുകൾക്ക് വരുന്ന ഒരു സംഗതിയാണ്. അൻയൻഹനിയൽ ജാലിസു, ഇരിക്കുന്ന ഒരാള് കുനിയുന്നു. എന്തിരുത്തായാലും വേണ്ടിയില്ല, അത്തയ്യാത്തിന്റെ ഇരുത്തായാലും വേണ്ടിയില്ല, ഇടയിൽ ഇരുത്തായാലും വേണ്ടിയില്ല, ഇരുന്ന് നിസ്കരിക്കുന്നവന്റെ ഇരുത്തായാലും വേണ്ടിയില്ല, ഏതായാലും ആട്ടെ, ഇരിക്കുന്ന ഒരാള് കുനിയുന്നു. ഏതുവരെ കുനിയുന്നു? ഇലാ അൻ തുഹാദിയ ജബ്ഹതുഹു, അവന്റെ നെറ്റിത്തടം നേരിടുന്ന നിലക്ക് കുനിയുന്നു. എവിടേക്ക് നേരിടുന്ന നിലക്ക്? മാ അമാമ റുക്ബത്തൈഹി, തന്റെ രണ്ട് കാൽമുട്ടിന്റെ മുൻവശത്തേക്ക് നെറ്റിത്തടം നേരിടുന്ന നിലക്ക് കുനിയുന്നു. അങ്ങനെ പേര് കുനിയോ? അതുണ്ടാണ്ട്. വലൗലി തഹ്സീലി തവറുക്കിഹി, ഈ കുനിഞ്ഞത് തവറുക്കിന്റെ ഇരുത്തം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. എന്ന് പറഞ്ഞാൽ ഒടൂൽ അത്തയ്യാത്തിലേനി ഇവൻ ഓർമ്മയില്ലാതെ ഇഫ്തിറാഷിന്റെ ഇരുത്തിയിരുന്നു. പിന്നെയാണ് ഇവന് ഓർമ്മയായത് ഒടൂൽ അത്തയ്യാത്തിന്റെ ഇരുത്താണല്ലോ എന്ന്. അപ്പൊ ഈ ഇഫ്തിറാഷിന്റെ ഇരുത്തത്തിന്റെ കോലത്തിൽ നിന്ന് തവറുക്കിന്റെ ഇരുത്തത്തിന്റെ കോലത്തിലേക്ക് മാറാൻ വേണ്ടിയിട്ട് ഒന്നിങ്ങനെ കുനിഞ്ഞു പൊന്തി. അപ്പോ ഈ നെറ്റിത്തടം കാൽമുട്ടിന്റെ മുൻവശത്തോട് നേരിടുന്ന നിലക്ക് എത്തിയാൽ ഒരു ഫീലിയായ ഫർദിനെ അധികരിപ്പിച്ചു എന്ന് വന്നു. ഇത് മനഃപൂർവ്വം നിസ്കാരത്തിലാണെന്നുള്ള ഓർമ്മയോടുകൂടി ചെയ്താൽ നിസ്കാരം ബാത്തിലാകും, അന്ധനാവണം. ഔ ഇഫ്തിറാഷിഹി, അല്ലെങ്കിൽ ഇഫ്തിറാഷിന്റെ രൂപാക്കാൻ. അങ്ങനെ ഉദാഹരണം ഒടൂലത്തയ്യാത്താണ്, തവറുക്കിന്റെ ഇരുത്തം ഇരുന്നു. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഇവന് ഓർമ്മ വന്നത് സേവിന്റെ സുജൂദിന്റെ കാരണം ഉണ്ടല്ലോ എന്ന്. സേവിന്റെ സുജൂദിന്റെ കാരണം ഉണ്ടല്ലോ. അപ്പൊ സേവിന്റെ സുജൂദ് ചെയ്യണമെങ്കിൽ ഇഫ്തിറാഷിന്റെ ഇരുത്തിരിക്കലാണല്ലോ സുന്നത്ത്. അപ്പൊ ഈ ഇരുന്ന തവറുക്കിന്റെ ഇരുത്തത്തിൽ നിന്നിട്ടും ഇഫ്തിറാഷിന്റെ ഇരുത്തത്തിന്റെ രൂപത്തിലേക്ക് മാറാൻ വേണ്ടിയിട്ടാണ് ഈ കുനിഞ്ഞത്. അപ്പോ ഇഫ്തിറാഷിന്റെ രൂപത്തിൽ നിന്ന് തവറുക്കിന്റെ രൂപത്തിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടോ തവറുക്കിന്റെ രൂപത്തിൽ നിന്ന് ഇഫ്തിറാഷിന്റെ രൂപത്തിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടോ ആണ് ഈ കുനിഞ്ഞത്. എങ്ങനത്തെ ഇഫ്തിറാഷും അതുപോലെ തന്നെ എങ്ങനത്തെ തവറുക്കുമാണ്? അൽമന്ദൂബി, ഇഫ്തിറാഷിന്റെ ഇരുത്തം സുന്നത്തായത് പയച്ച് തവറുക്കിരുന്നു, അല്ലെങ്കിൽ തവറുക്കിന്റെ ഇരുത്തം സുന്നത്തായോടത്ത് പയച്ച് ഇഫ്തിറാഷിന്റെ ഇരുത്തിരുന്നു. ഈ സുന്നത്തായ തവറുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇഫ്തിറാഷ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ കുനിഞ്ഞത്. ആ കുനിഞ്ഞപ്പോ നെറ്റിത്തടം കാൽമുട്ടിന്റെ മുൻവശത്തോട് നേരിടുന്ന നിലയ്ക്ക് എത്തിയാൽ തന്നെ ഒരു റുക്കിനെ അധികരിപ്പിക്കലോ അവിടെ തുമനീയത്തുണ്ടായിട്ടില്ലെങ്കിലും വേണ്ടിയില്ലാന്ന് ഉണ്ടോ? എന്താ ഇവിടെ സുന്നത്തായ കാര്യത്തിന് വേണ്ടിയാണല്ലോ അവൻ കുനിഞ്ഞത്. അപ്പൊ ഒരു ഫർദിന്റെ രൂപം വന്നെങ്കിൽ പോലും അതുകൊണ്ട് നിസ്കാരം ബാത്തിലാകേണ്ടതുണ്ടോ എന്നതിന് പറയാം. അന്നൽ മുബ്തില, കാരണം നിസ്കാരം ബാത്തിലാക്കുന്ന ഒരു സംഗതി ലാ യുഗ്തഫറു, അതിനെ സഹിക്കപ്പെടുകയില്ല, പൊറുക്കപ്പെടുകയില്ല. ലിൽ മന്ദൂബി, ഒരു സുന്നത്തെടുക്കാൻ വേണ്ടിയിട്ട്. സുന്നത്തൊക്കെ നല്ല കാര്യം തന്നെ, സുന്നത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് നിസ്കാരം ബാത്തിലാവുന്ന ഒരു കാര്യം ചെയ്യാൻ അനുവദിക്കപ്പെടൂല. അപ്പോ റുക്കുവിന്റെ രൂപമാവുന്ന ഇരുന്ന് നിസ്കരിക്കുന്നവന്റെ ചുരുങ്ങിയ റുക്കുവിന്റെ രൂപമാണല്ലോ നെറ്റിത്തടം കാൽമുട്ടിന്റെ മുൻവശത്തോട് നേരിടുന്ന നിലക്ക് കുനിയാന്ന് പറഞ്ഞു. അതിപ്പോ ഇവിടെ ഉണ്ടായിന്. അതുണ്ടായാൽ നിസ്കാരം ബാത്തിലാവും മനഃപൂർവ്വമാണെങ്കിൽ. മനഃപൂർവ്വമാണെങ്കിലാണ് കേട്ടോ. അന്ധൻ എന്നത് അവിടേക്ക് ബാധകമാണ്. എന്നാൽ ഇനി ബാത്തിലാകാത്ത ബാഹ്യമായ ഒരു ഫർള് പോലെ തോന്നിക്കാമെങ്കിൽ പോലും ബാത്തിലാകാത്ത ചില കാര്യങ്ങൾ, ഒരു ചെറിയ ഇരുത്തം പൊറുക്കപ്പെടുന്നവരാവുകൊണ്ട് നിസ്കാരം ബാത്തിലാവില്ല. നല്ലതാന്നല്ല, നിസ്കാരം ബാത്തിലാവില്ല. എന്തുകൊണ്ട്? ബിഖദ്രി ജൽസത്തിൽ ഇസ്തിറാഹത്തി, ഇസ്തിറാഹത്തിന്റെ ഇരുത്തം പോലത്തെ ഒരു അല്പസമയം ഇരുന്നു. എപ്പ ഖബല സുജൂദി, സുജൂദിന്റെ മുമ്പ് എന്ന് പറഞ്ഞാൽ നൃത്തത്തിൽ നിന്ന് നേരെ അങ്ങോട്ട് വന്നിട്ട് ഒന്ന് ഇരുന്നു കാണ്ടാണ് സുജൂദിക്ക് പോയി. അത് ചെയ്യാൻ പാടില്ല, പക്ഷെ ചെയ്താവുകൊണ്ട് ബാത്തിലാവൊന്നുമില്ല. അപ്പൊ ഒരു ഇരുത്തം രൂപം വന്നില്ലേ, അതായത് ചുരുങ്ങിയൊരു ഇരുത്തത്തിന്റെ രൂപം ഒരു ഫർദിന് അധികരിപ്പിച്ചു എന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ട് നിസ്കാരം ബാത്തിലാവില്ല. പക്ഷെ ചെയ്യാൻ പാടില്ല, അത് വേറെ വിഷയമാണ്. ചെയ്യാൻ പാടില്ല എന്നുള്ളത് വേറെ വിഷയം. പക്ഷേ ഒന്ന് ഇരുന്ന് കാണ്ടാണ് സുജൂദ് പോകുക എന്ന് പറഞ്ഞാൽ നിസ്കാരം ബാത്തിലാവൂല.
അതുപോലെ തന്നെ ഒബാദ സുജൂദ് തിലാവത്തി, നിസ്കാരത്തിൽ ഓത്തിന്റെ സുജൂദ് വേണ്ടി വന്നു. അവിടെ നമ്മൾ പറഞ്ഞതിന് ഓത്തിന്റെ സുജൂദിൽ നിന്നിട്ട് നേരിട്ട് നൃത്തത്തിലേക്ക് പോവുകയാണ് വേണ്ടത്, ഇസ്തിറാത്തിന്റെ ഇരുത്തം ഇരിക്കരുത് എന്ന്. പക്ഷെ ഒരാൾ ഇസ്തിറാത്തിന്റെ ഇരുത്തം ഇരുന്നു, തിലാവത്തിന്റെ സുജൂദ് കഴിഞ്ഞിട്ട് ചെറിയൊരു ഇരുത്തം ഇരുന്നിട്ട് ആ നൃത്തത്തിലേക്ക് പോയതെങ്കിലോ അതുകൊണ്ടും നിസ്കാരം ബാത്തിലാവൂല. അതുപോലെ തന്നെ വബഅദ സലാമി ഇമാമി മസ്ബൂഖിൻ, പിന്തി തുടർന്ന ഒരാളുടെ ഇമാമ് 2 സലാമും വീട്ടി. ആ വീട്ടിയതിന് ശേഷം പിന്നെ അവിടെ കുറച്ച് സമയം കൂടി ഈ മസ്ബൂക്ക് പിന്തിയിരുന്നു, കുറഞ്ഞതാണെങ്കിൽ അതുകൊണ്ടും ബാത്തിലാവില്ല. എവിടെ ഫീ ഗൈരി മഹല്ലി തശഹുദിഹി, ഈ മസ്ബൂക്കിന്റെ അത്തഹിയ്യാത്തിന്റെ സ്ഥലമല്ല. അതുണ്ടാവും 4 റക്അത്തുള്ള നിസ്കാരത്തില് 2 റക്അത്ത് കഴിഞ്ഞിട്ട് 3 റക്അത്ത് തുടർന്നാൽ ഇമാമിന്റെ 4 റക്അത്തിൽ അത്തഹിയ്യാത്താവുമ്പോ ആദ്യത്തെ അത്തഹിയ്യാത്താവുന്ന 2 റക്അത്തിൽ അത്തഹിയ്യാത്ത് വരും. അവിടെ പ്രശ്നമില്ല. അല്ലാത്ത സ്ഥലത്ത്, ഇവന്റെ അത്തഹിയ്യാത്തിന്റെ സ്ഥലം അല്ലാത്ത സ്ഥലത്ത് ഇമാമിനോട് മുത്താബത്തിന് വേണ്ടിയാണല്ലോ ഇരിക്കുന്നത്. എന്നാൽ ഇമാം സലാം വീട്ടിയാൽ ഉടനെ എഴുന്നേൽക്കുകയാണ് മസ്ബൂക്ക് വേണ്ടത്. എന്നാൽ ഉടനെ എഴുന്നേൽക്കുന്നതിന് പകരം അല്പസമയം അവിടെ പിന്തിയിരുന്നു, എന്നാലും നിസ്കാരം ബാത്തിലാവുകയില്ല. അപ്പൊ ഏതൊക്കെ മുത്തഫറാകുന്ന 3 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, സുജൂദിലേക്ക് പോകുന്നതിന്റെ ഇരുത്തത്തിലേക്ക് വന്നൊന്ന് ഇരുന്നുകാണ്ട് സുജൂദിക്ക് പോവുക. അതുപോലെ തന്നെ തിലാവത്തിന്റെ സുജൂദ് കഴിഞ്ഞ് നേരെ നൃത്തത്തിൽ പോകുന്നതിന് പകരം ഒന്ന് ഇരുന്നുകാണ്ട് നൃത്തത്തിൽ പോവുക. മസ്ബൂക്ക് തന്റെ അത്തഹിയ്യാത്തിന്റെ സ്ഥലം അല്ലാത്ത സ്ഥലത്ത് ഇമാമിനോട് കൂടെ ഇരുന്ന് ഇമാമ് സലാം വീട്ടിയതിനു ശേഷം അല്പം കൂടി ഇരുന്നിട്ട് എഴുന്നേൽക്കുക. ഈ 3 പൊറുക്കപ്പെടുന്നതിന് അതുകൊണ്ട് നിസ്കാരം ബാത്തിലാവില്ല. പക്ഷെ ചെയ്യാൻ പാടില്ല, വേറെ വിഷയം. പക്ഷെ അതുകൊണ്ട് നിസ്കാരം ബാത്തിലാവില്ല. ഇനി അമ്മാവുസിയാദത്തി സഹുവൻ, ഇതൊക്കെ മനഃപൂർവ്വം ഫീലിയായ ഫർദിനെ അധികരിപ്പിച്ചാലാണ് ബാത്തിലാകാറില്ല. അത് തന്നെ ഇമാമിനോട് മുത്താബത്തിന് വേണ്ടിയാണെങ്കിൽ അധികരിപ്പിക്കുന്നതോട് കുഴപ്പമില്ല എന്നും പറഞ്ഞു. അപ്പൊ ഇമാമിനോട് തുടരാൻ വേണ്ടിയിട്ടല്ലാതെ ഫീലിയായ ഫർദിനെ മനഃപൂർവ്വം അധികരിപ്പിച്ചാൽ ബാത്തിലാവും. എന്നാൽ അമ്മാവുസിയാദത്തി, ഫീലിയായ ഫർദിനെ അധികരിപ്പിക്കൽ സംഭവിക്കുന്നു. എങ്ങനെ സംഭവിക്കുന്നു? സഹുവൻ, മറന്നുകൊണ്ടോ, ഔ ജഹ്ലൻ ഉദ്റ ബിഹി, നേരത്തെ പറഞ്ഞതുപോലെ ജാഹില് മഅ്ദൂറായത് കൊണ്ടോ, എന്ന് പറഞ്ഞാൽ ഒന്നിരിക്കൽ പുതുമുസ്ലിമാണ്, അതല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ അറിയുന്ന ആളുകളൊന്നും ഇല്ലാതെ ഏതെങ്കിലും ഒറ്റപ്പെട്ട സ്ഥലത്ത് ജീവിച്ച ആളാണ്, അവനാ ജാഹില് മഅ്ദൂർ. ഇങ്ങനെ ഉദ്റുള്ള ജാഹില്, ഈ ജഹാലത്തിനല്ല ഈ എഫ് വിട്ട, അത് മനസ്സിലാക്കണം. അത് അയാൾക്കൊരു ഇളവ് എന്ന നിലക്ക് കൊടുക്കുകയാണ്, അല്ലാതെ ജഹലിന് വേണ്ടിയിട്ടല്ല. അങ്ങനെ നിസ്കാരത്തിൽ സഹുവൻ നിലക്ക് മറന്നുകൊണ്ടോ അതല്ലെങ്കിൽ ഉദ്റുള്ള ജാഹിലായത് കൊണ്ടോ ഫീലിയായ ഫർദിനെ അധികരിപ്പിച്ചാലോ ഫലാ യദുറു, അതുകൊണ്ട് നിസ്കാരം ബാത്തിലാവൂല. അപ്പോൾ റക്അത്തിനെ അധികരിപ്പിച്ചാലും ബാത്തിലാവൂലല്ലോ. 4 റക്അത്തുള്ള നിസ്കാരം ഒരാൾ സഹുവായിട്ട് 5 സ്കരിച്ചു, എന്നാൽ തന്നെ ബാത്തിലാവുന്നില്ല. എന്നതുപോലെ സുജൂദ് 2 ചെയ്ത്, പക്ഷെ ഇവന് ഉറപ്പില്ല. അപ്പൊ മൂന്നാമത്തെ സുജൂദോ 2ാമത്തെ സുജൂദോ ഒന്നും ഉറപ്പില്ല, 2 ആയോ എന്നൊരു സംശയം. എന്നാ ഉറപ്പിന് വേണ്ടിയിട്ട് ഒന്നുകൂടി ചെയ്തു. യഥാർത്ഥത്തിൽ അത് 3ാമത്തേതായിരുന്നു. അതുകൊണ്ട് നിസ്കാരം ബാത്തിലാവില്ല. കാരണം എന്താണ്? അതൊന്നും മനഃപൂർവ്വമുള്ള സുജൂദല്ല, അല്ലെങ്കിൽ ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടുള്ള സുജൂദാണ്. ഏതുപോലെ മുബിറല്ല നമസ്കാരം ബാത്തിലാക്കാൻ സിയാദത്തി സുന്നത്തി നഹ്വി റഫ്ഇൽ യദൈനി, കൈ ഉയർത്തലാവുന്ന സുന്നത്ത് പോലത്തേനെ അധികരിപ്പിക്കുന്നു. ഫീ ഗൈരി മഹല്ലിഹി, അങ്ങനെ കൈ ഉയർത്തൽ സുന്നത്തുള്ളതല്ലാത്ത സ്ഥലത്ത് കൈ ഉയർത്തുന്നു. ഉദാഹരണം പറഞ്ഞാല്, പലർക്കും സാധാരണക്കാർക്ക് വരുന്ന ഒരു കാര്യമാണ്. 1ാം റക്അത്തിലെ 2 സുജൂദും കഴിഞ്ഞ് 2ാം റക്അത്തിലേക്ക് എഴുന്നേറ്റ് വന്ന് അല്ലാഹു അക്ബർ എന്ന് ചൊല്ലുമ്പോൾ ചില ആളുകൾ അവിടെ കൈ ഉയർത്തിക്കെട്ടലുണ്ട്. ചുമലിന്റെ നേരെ കൈ ഉയർത്തിക്കെട്ടും. അതവിടെ സുന്നത്തില്ല. 1ാം റക്അത്ത് കഴിഞ്ഞ് 2ാം റക്അത്തിലേക്ക് എഴുന്നേൽക്കുമ്പോൾ കൈ ഉയർത്തിക്കെട്ടൽ സുന്നത്തില്ല. എന്നാൽ 2ാം റക്അത്തിൽ നിന്നിട്ടും അത്തഹിയ്യാത്ത് ഓതി
മൂന്നാം റക്അത്തിലേക്ക് എഴുന്നേൽക്കുമ്പോൾ കൈ ഉയർത്തിക്കെട്ടൽ സുന്നത്തുണ്ടാകും. എന്നാൽ മൂന്നാം റക്അത്ത് കഴിഞ്ഞ് നാലാം റക്അത്തിലേക്ക് എഴുന്നേൽക്കുമ്പോൾ കൈ ഉയർത്തിക്കെട്ടൽ സുന്നത്തില്ല. അപ്പൊ ഒരാൾ അറിയാതെ രണ്ടാം റക്അത്തിലേക്ക് എഴുന്നേറ്റപ്പം കൈ ഉയർത്തിക്കെട്ടി, അല്ലെങ്കിൽ നാലാം റക്അത്തിലേക്ക് എഴുന്നേറ്റപ്പോൾ കൈ ഉയർത്തിക്കെട്ടി, അത് ഒരു സുന്നത്തിനെ അസ്ഥാനത്ത് അധികരിപ്പിച്ചതാണ്. അതുകൊണ്ട് നിസ്കാരം ബാത്തിലാവില്ല. അങ്ങനെ ചെയ്യൽ സുന്നത്തില്ല, ചെയ്യാതിരിക്കുകയാണ് വേണ്ടത്. മനഃപൂർവ്വമാണെങ്കിൽ കറാത്ത് വരികയും ചെയ്യും. എന്നാൽ അതുകൊണ്ട് നിസ്കാരം ബാത്തിലാവൂല. ഇനി അതല്ലെങ്കിൽ ഔറുക്കിനിൻ കൗലിയിൻ, നമ്മൾ പറഞ്ഞല്ലോ ഫീലിയായ ഫർദിനെ അധികരിപ്പിച്ചാലാണ് മനഃപൂർവ്വം അധികരിപ്പിച്ചാൽ ബാത്തിലാകാണ്. ഇനി മനഃപൂർവ്വം തന്നെ അധികരിപ്പിച്ചത് കൗലിയായ ഫർദിനെ ആണെങ്കിലോ ഏതുപോലെ കൽ ഫാത്തിഹത്തി, ഫാത്തിഹ ഒരിക്കൽ ഓതി, അവനോ ഉറപ്പാണ് ഓതിന്ന്, ഏതായാലും ആയിക്കോട്ടെ എന്നുള്ളവർക്ക് ഒന്നും കൂടിയാണ് ഓതി, കൽപ്പിച്ചുകൂട്ടി തന്നെ രണ്ടാമത്തെ ഓത്തിയും, എന്നാ അതുകൊണ്ട് നിസ്കാരം പാത്രമാവൊന്നുമില്ല. പക്ഷെ അത് സുന്നത്തില്ല, തെറ്റാണ് ചെയ്തത്. ഹറാമൊന്നും അല്ലെങ്കിൽ പോലും തക്റാറാക്കുന്നത് കറാഹത്തെങ്കിലും വരും കാരണം കൂടാതെ. അപ്പൊ അവിടെ അസ്ഥാനത്താണ്, തന്നെയല്ല മനഃപൂർവ്വമാണ് ഈ ഫീലിയായ ഫർദിനെ അല്ലാതെ കൗലിയായ ഫീലിനെ അധികരിപ്പിച്ചത്. ഇനി മറന്നധികരിപ്പിച്ചാൽ ഏതായാലും കുഴപ്പമില്ല. മനഃപൂർവ്വം കൗലിയായ ഫർദിനെ അധികരിപ്പിച്ചാലും എന്താ, ഫാത്തിഹ പോലെയുള്ള കൗലിയായ ഫർദിനെ മനഃപൂർവ്വം അത്തഹിയാത്ത് സ്വലാത്ത് പോലത്തത് മനഃപൂർവ്വം അധികരിപ്പിച്ചാലും നിസ്കാരം ബാത്തിലാവൂല. കാരണം എന്താ, നിസ്കാരത്തിന്റെ രൂപത്തിന് ഭംഗം വരൂല. അതേ സമയത്ത് ഫീലിയായ ഫർദിനെ അധികരിപ്പിക്കും, നിസ്കാരത്തിന്റെ രൂപത്തിന് മാറ്റം വരും. ഒരു റുക്കുവി ചെയ്യേണ്ടോടത്ത് രണ്ട് റുക്കുവി ചെയ്താൽ നിസ്കാരത്തിന്റെ രൂപം തന്നെ മാറിയില്ലേ? രണ്ട് സുജൂദ് ചെയ്യുന്നോടത്ത് മൂന്ന് സുജൂദ് ചെയ്താൽ നിസ്കാരത്തിന്റെ രൂപം തന്നെ മാറിയില്ലേ? അതുപോലെ രൂപമാറ്റം വരൂല. ഒരു ഫാത്തിഹ ഓതുന്നതിന് പകരം രണ്ട് ഫാത്തിഹ ഓതി, അതല്ലെങ്കിൽ റുക്കുവിൽ ഫാത്തിഹ ഓതി, അത്തയ്യാത്തിൽ ഫാത്തിഹ ഓതി, അതുകൊണ്ടൊന്നും രൂപം മാറൂല. അതുകൊണ്ട് നിസ്കാരം ബാത്തിലാവൂല. ഇനി അങ്ങനെയല്ല ഫീലിയിൻ, ഫീലിയായ ഫർദിനെ തന്നെ അധികരിപ്പിച്ചത്. എന്തിനു വേണ്ടിയിട്ട് അധികരിപ്പിച്ചതിൽ മുത്താബഅത്തി, ഇമാമിനോടുള്ള തുടർച്ച കാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ തുടർച്ച കാക്കാൻ വേണ്ടിയിട്ട് എന്താ അധികരിപ്പിക്കുന്നത്? ഈ മൗമൂമ് റുക്കൂയിൽ പോയി, ഒരു ഉദാഹരണം, അല്ലെങ്കിൽ ഔ സജദ, അല്ലെങ്കിൽ ഈ മൗമൂമ് സുജൂദ് പോയി. എപ്പോഴാ ഈ റുക്കൂയിൽ പോയത് അല്ലെങ്കിൽ സുജൂദ് പോയത്? ഖബല ഇമാമി, ഇമാം റുക്കൂ പോണതിന് മുമ്പ് മൗമൂമ് റുക്കൂക്ക് പോയി, അല്ലെങ്കിൽ ഇമാമ് സുജൂദ് പോണതിന് മുമ്പ് മൗമൂമ് സുജൂദ് പോയി. പിന്നെയാണ് ഇമാമ് സുജൂദക്ക് വന്നിട്ടില്ല അല്ലെങ്കിൽ റുക്കൂക്ക് വന്നിട്ടില്ല എന്ന് അറിഞ്ഞ്. എന്നാൽ തിരിച്ച് രണ്ടാമത് ഇമാമുള്ളടത്തേക്ക് തന്നെ തിരിച്ചു പോയി രണ്ടാമത് റുക്കൂ പോകുന്നു, അല്ലെങ്കിൽ രണ്ടാമത് സുജൂദിലേക്ക് ഇമാമുള്ള സുജൂദിലേക്ക് തന്നെ വരുന്നു. അവിടെ ഇപ്പൊ ഒരു ഫീലിയായ ഫർദിനെ മനഃപൂർവ്വം അധികരിപ്പിച്ചല്ലോ രണ്ടാമത്. പക്ഷെ അവിടെ മുത്താബഅത്ത് ഇമാമിനോട് പിന്തുടരാൻ വേണ്ടിയിട്ടായതുകൊണ്ട് അതുകൊണ്ട് നിസ്കാരം ബാത്തിലാവൂല. അന്നെ